ലേക്കോട്ടെ വാലിബിൻ്റെ ടീസർ ഞാൻ തുറന്നു പറയാണ്, കേരളം തന്നെ കുലുങ്ങിയിരിക്കുകയാണ്. ചേട്ടൻ മനസ്സിലായില്ല എന്ന് മാത്രം പറയുള്ളൂ. ഒരു ടീസർ മാത്രമാണ്, അതിൽ നിന്നൊന്നും മനസ്സിലാക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല, ഉള്ള പറയാം. കാണിക്കുമ്പോഴുള്ള ആ ഒരു സാധനം അതാണ് എനിക്ക് ഒരു കൊണ്ടേ മനസ്സിലായില്ല, സത്യസത്യമായിട്ട് പറഞ്ഞു തന്നെ. പിന്നെ ലാലേട്ടൻ എന്ന് പറയണ്ടായിരുന്നു ഈ തിയേറ്ററിലാണ് കുലുങ്ങിയിലും പിന്നെ കുറ്റം പറയരുതാണ്. ഒരു പരീക്ഷാ ചിത്രമാണ്, എങ്ങനെ വരുമെന്ന് അറിയില്ല. കുലുങ്ങിയില്ലെന്ന് പറയാം, ഇപ്പോൾ കേരളം തന്നെ കുലുങ്ങിയിരിക്കുകയാണ് ടീച്ചർ കണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ എനിക്കറിയില്ല എങ്ങനെ അവസാനം എങ്ങനെ വരുമെന്ന് അറിയില്ല. തിയേറ്ററിലൊന്ന് കാണുമ്പോൾ അറിയാം എങ്ങനെയാണ്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയൊന്നുമില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല പടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതൊരു എവിടെയും കാണാത്ത തരത്തിലുള്ള ജോണ്ടറാണ്, ഇതൊരു ഇല്ലാത്തൊരു ജോണ്ടറാണ്. ഇങ്ങനെ ജോണ്ടർ വന്നിട്ടില്ല, പടം വന്നിട്ടില്ല പറയണം. ഇത് മാസം നല്ല ഇപ്പോൾ ഫാൻഷാരിലെ മാസം ഉദ്ദേശിച്ച് പോകും, പക്ഷേ മാസം നല്ല ഇതൊരു സ്പിരിച്വൽ ഫിലോസഫിക്കൽ വേറെ ജോണ്ടറാണ്. ഇതെല്ലാം ബോക്സ് ഓഫീസിൽ എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല. എന്തായാലും പ്രൊഡ്യൂസറിന് 1300 കളക്ഷനിൽ കാശ് കിട്ടും, അതേ എങ്ങനെ പോകുന്നു അറിയില്ല. ചിലപ്പോൾ വന്നിട്ട് വരും. പക്ഷെ എന്നൊക്കെ നല്ല ഒരുപാട് സ്ക്രീൻ എടുത്ത പടമാണ്. മോഹൻലാലായാലും ലിജോ ആയാലും ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത പടമാണ്. എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പണ്ട് മമ്മൂട്ടിയുടെ പടങ്ങളാണെങ്കിൽ നമുക്ക് ന്യൂസ് ഉറപ്പോടെ പോയി കാണാം. ഇതിപ്പോൾ ലാലേട്ടന് ഒരു ഗ്യാരണ്ടി ഇല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നേരിട്ടാണ്, എന്നിട്ടും നെഗറ്റീവ് ഒപ്പീനിയൻ വരുന്നത്. ലാലേട്ടനിപ്പോൾ എന്ത് ചെയ്താലും പ്രശ്നമായി മാറുകയാണ്. ലാലേട്ടനിപ്പോൾ എന്ത് ചെയ്താലും പ്രശ്നമായി മാറുകയാണ്. അതിൽ എന്താ വല്ല PR വർക്കാണെന്ന് അറിയില്ല, എന്താ പ്രശ്നം അറിയില്ല. പിന്നെ ആൾ ശബരിമലയിൽ പോയപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ പ്രശ്നം ഉണ്ടായി. ഓനാളിപ്പോൾ എന്ത് ചെയ്താലും പ്രശ്നമായി മാറുകയാണ്. അത് എതിർ ആളുടെ PR വർക്കാണോ അറിയില്ല, ആരാണെന്ന് പറയില്ല. എതിരാളുടെ PR വർക്കാണെന്ന് അറിയില്ല. ലാലേട്ടനിപ്പോൾ എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഒരു നേരിടുന്ന പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതും പോരാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ വരുമ്പോൾ കാണാം. അത് വൺ റിലീസ് ആക്കാൻ കാരണം ഈ 1300 കളക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. പ്രൊഡ്യൂസറിന് കാശ് കിട്ടുന്നുണ്ട്. ഈ അവസാനം ചെയ്താണ് പോലെ മലം കൂട്ടി പൊളി അങ്ങനെ ആവാണ്ടാ മതി, പൊടിയൻ്റെ അവസ്ഥ വരാണ്ടാ മതി. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കളി ചെയ്തപോലെ കണ്ണൂർ സ്ക്വാഡ്, കാതൽ, അങ്ങനത്തെ ചെറിയ മൂവീസ് ചെയ്താൽ മതി. ഇപ്പം നേരം തന്നെ ഓടിയില്ലേ, ചെറിയ ബഡ്ജറ്റ് നേരം നന്നായിട്ട് ഓടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ ലാലേട്ടനും എന്ത് ചെയ്താലും ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് വരുന്നു. അതെന്താണ് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്താലും പ്രശ്നമായി മാറുകയാണ്. പുള്ളിയൊരു ബാഡ് ടൈമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് തിയേറ്ററിൽ വരുമ്പോൾ കാണുമ്പോൾ അറിയാം, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. പടം പ്രൊഡ്യൂസറിന് കാശ് കിട്ടും. കാരണം ത്രൂ ഔട്ട് അമേരിക്ക, ത്രൂ ഔട്ട് യൂറോപ്പ് വലിയ റിലീസാണ്. പ്രൊഡ്യൂസറിന് 1300 കളക്ഷനിൽ കാശ് കിട്ടും. പിന്നെ എങ്ങനെ പോകും അറിയില്ല. നന്നായിട്ട് നന്നായിട്ട് പോകും. ഭയങ്കരമായിട്ട് കളട്ടി. എനിക്ക് 50% പ്രതീക്ഷയില്ല, 50% പ്രതീക്ഷയില്ല. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ പറയാൻ പറ്റില്ല.